ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ അനിയന്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കോട്ടെ. ഞങ്ങൾ ആദ്യം എടപ്പാളിലെ അല്ലൂറേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിക്കുള്ള ഡ്രസ്സ് കിട്ടിയില്ല. സോ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഷോപ്പിക്കേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പെണ്ണിന് വേണ്ട ഫസ്റ്റത്തെ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കട്ടോ പോയി കാണും. കണ്ടതിൽ വെച്ചിട്ട് 2 ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ ഇബ്രാഹിമിനെ കൊണ്ട് വന്നോണ്ടോ അവന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് തരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ കുടുംബക്കാരെ വീട്ടിൽ പോയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കരുന്നു. സ്റ്റെപ്പ് നിന്നോണ്ട് കയറണോ അത് മുട്ടുകുത്തി കയറണോ എന്നാണ് ചിന്തിക്കുന്നത്. കുറെ നേരം വണ്ടി ഓടിച്ചിട്ടും കളി. അവസാനം എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചിട്ട് ഇപ്പൊ ആള് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞ് നേരെ ഫുഡ് വെയർ കളക്ഷനിലേക്കാട്ട് പോയത്. ഈ ഇരിക്കണാണ് നമ്മുടെ കല്യാണ ചെക്കേട്ടോ. അങ്ങനെ അകത്തേക്ക് പുറത്തേക്കൊക്കെ ഇടാനുള്ള ചെരുപ്പൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ ചെരുപ്പിന്റെ സെക്ഷൻ കഴിഞ്ഞപ്പോ നേരെ ബാഗിന്റെ സെക്ഷനിൽ കേട്ടോ കടന്നത്. അങ്ങനെ ആവശ്യമുള്ള ബാഗൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ജ്വല്ലറീസ് ഒക്കെ നോക്കാനാട്ടോ പോയത്. ഇതെല്ലാം ഒറ്റ ഷോപ്പിലായതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അപ്പൊ നമ്മൾ ഈ കാണുന്ന ജ്വല്ലറീസ് ആട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഷോപ്പിങ്ങിന്റെ ഇടയിൽ സമയം പോയതൊന്നും തീരെ അറിഞ്ഞില്ല കേട്ടോ. 3:30 മണിയൊക്കെ കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊന്നും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ചെറിയൊരു മഴ ഒക്കെ പെയ്യുണ്ടായിരുന്നു. നമ്മൾ നേരെ ഒരു വണ്ടി വിളിച്ചിട്ട് നേരെ നെഹദിക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ നെഹദി പോയിട്ടുള്ള മന്തി കഴിക്കണം എന്നുള്ളത്. നമ്മൾ ഷവായ മന്തി ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിശന്ന് നമ്മുടെ വിശപ്പൊക്കെ ചത്തു പോയോണ്ടാവുന്നുണ്ട്. ഭക്ഷണം നല്ല രീതിക്ക് കഴിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കഴിച്ച് ബാക്കി വന്നത് പാഴ്സൽ എടുത്തിട്ട് നമ്മൾ നേരെ സ്പേസിൽ കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് സേവ് ദ ഡേറ്റിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിൽ വരുന്ന പിനാഫോർ ഒക്കെ സെറ്റ് ആക്കി. പിന്നെ കുറച്ച് 3 പീസ് കുർത്ത സെറ്റും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഏകദേശം നല്ല രീതിക്ക് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇബ്രാഹിം ഇവിടെ ടയേർഡ് ആയിട്ട് ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ശരി.